ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ എന്താണെന്നല്ലേ, ഇതാണ് കേട്ടോ. ഇതാണ് കരിങ്കോഴി. ഈ കരിങ്കോഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തൂവലും മാംസവും എല്ലും എല്ലാം ബ്ലാക്ക് കളറായിരിക്കും. ഒരുപാട് ഔഷധ ഗുണമുള്ള മാംസമാണ് ഈ കരിങ്കോഴിയുടേത്. ആയുർവേദത്തിൽ ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട് കരിങ്കോഴിയെക്കുറിച്ച്. മരുന്നിന് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോൾ 1.5 കിലോ ഉണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ മാംസവും എല്ലും എല്ലാം ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എന്നിവയാണ്. കറി തയ്യാറാക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂണ്, ചെറിയുള്ളി 10 അല്ലി, 2 ചെറിയ സവോള നീളത്തിലരിഞ്ഞത്, തേങ്ങാക്കൊത്ത് നീളത്തിലരിഞ്ഞത്, 1 വലിയ തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഈ പൊടികൾ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ്. ഇനി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. പിന്നീട് തേങ്ങാക്കൊത്ത് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ് സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവോള ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇവയൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. തക്കാളി ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികളിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലെ ചിക്കൻ കറിക്ക് ഇച്ചിരി ഗ്രേവി വേണം. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് മൂടി വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ആദ്യത്തെ 1 വിസിൽ വന്നു കഴിഞ്ഞ് തീ കുറച്ച് വെച്ച് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മുടെ കരിങ്കോഴിക്കറി ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട്. ഈ കറി കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിപ്പോൾ കറി വെച്ച് കഴിച്ചതിന് ശേഷം ഉള്ളതാണ്. എൻ്റെ എല്ലെല്ലാം ബ്ലാക്ക് കളറാണ്. എൻ്റെ എല്ലെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.